ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങൾക്കാണ് അതിലേക്ക്. അഭൂതപൂർവമായിട്ടുള്ള വിജയം UDF സമ്മാനിച്ച കേരളത്തിലെ അഭൂതപൂർവമായിട്ടുള്ള വിജയം കേരളത്തിലെ UDF സമ്മാനിച്ച ജനങ്ങളോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും UDF പ്രവർത്തകനും അവരുടെ ഹൃദയത്തിൽ നിന്നും ഏറ്റവും സന്തോഷത്തിൻ്റെ അലയൊലികൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന നിമിഷമാണിത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ദുരിഷ്ട ഭരണത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 10 കൊല്ലക്കാലം ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വീഥികളിൽ അണിനിരന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ. എത്രയോ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും UDFിൻ്റെ മറ്റു യുവജന സംഘടനകളെയും പ്രവർത്തകരെല്ലാം ഭീകരമായിട്ടുള്ള അക്രമത്തെയും കള്ളക്കേസുകളെയും നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ആ ജനങ്ങളോടാണ് ഏറ്റവും വലിയ നന്ദി. ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. തുടക്കം മുതൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട്, ഇതൊരു തരംഗമായിരിക്കുമെന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒടുവിൽ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന റിസൾട്ടായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആദ്യം മുതലേ തന്നെ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ പ്രസംഗത്തിലും ഓരോ പത്രസമ്മേളനങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളോടെല്ലാം ചോദിക്കാറുണ്ട് ഇത്രയും ആത്മവിശ്വാസം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയപ്പോൾ ജനം നൽകിയ ആത്മവിശ്വാസം അത്ര ശക്തമായിട്ടുള്ള ആത്മവിശ്വാസമായിരുന്നു എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടത്തുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കാലത്തും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ആർഭാടപൂർവമായിട്ടുള്ള കൊഴുപ്പിലൂടെയുള്ള പ്രചരണം നടത്തി പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തെ മാറ്റിയെടുക്കാൻ അവർ പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമവും അവർക്ക് വിനാശകരമായിട്ട് മാറുന്ന ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനകത്ത് നിന്നും ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ആ തീരുമാനം ശരിയാകുമോ എന്നുള്ള ചോദ്യം എല്ലാ ഭാഗത്തും ഉയർന്നിരുന്നു. ഒന്നാമത് CPMന്റെ അഹങ്കാര രാഷ്ട്രീയത്തിനും ധിക്കാര രാഷ്ട്രീയത്തിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ട് പാർട്ടിക്കകത്തുനിന്നും ഉയർന്നു വന്ന ശബ്ദങ്ങൾ അവർ ഗത്യന്തരമില്ലാതെ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ
അതിനെ ഏറ്റെടുക്കണമോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതായിരുന്നു. ഷാ എടുത്ത തീരുമാനം ഏറ്റവും ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ജനവിധി കൂടിയാണിത്. പയ്യന്നൂർ എൻ്റെ ഗ്രാമമാണ്. തിരഞ്ഞെടുപ്പുണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ CPM അല്ലാതൊരു പാർട്ടിയും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ അവരുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ഏറ്റവും സുരക്ഷിതമായി, കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആദ്യത്തെ 2-3 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്നാമത്തെ മണ്ഡലം അവിടെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അതിദയനീയമായി പരാജയപ്പെടുന്ന ചിത്രം ഉണ്ടാകുന്നത്. തളിപ്പറമ്പ് എല്ലാ കാലത്തും CPM-നെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുള്ളായിരുന്ന ആൾ ജയം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും ജയം കൃത്യമായി ഉറപ്പിച്ചിരിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തിന് ജയം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിന്? ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ വിജയം സാങ്കേതിക വിജയം മാത്രമാണ്. ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കൂടുതൽ കിട്ടി ജയിച്ചാലും അത് സാങ്കേതിക വിജയം തന്നെയാണ്. പക്ഷേ പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിൽ ആദ്യ 6 റൗണ്ടുകളിൽ അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നു. പിന്നീടുള്ള റൗണ്ടുകളിലും ചിലയിടത്തൊക്കെ പിന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയം രക്ഷപ്പെടുക എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യത്തിനുള്ള അംഗീകാരം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലുടനീളം ഉണ്ടായി, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലും ഉണ്ടായി. ഇത് തിരിച്ചറിയാതെ പോയ ഒറ്റ നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹമായിരുന്നു. ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ വികാരം. ഞാനിവിടെ ഉറപ്പിച്ചു പറയുന്നു, ഇത് കോൺഗ്രസ്സുകാരുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെയും കൂട്ടായിട്ടുള്ള, പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായിട്ടുള്ള, ഒറ്റക്കെട്ടായിട്ടുള്ള, എല്ലാം മറന്നുള്ള പ്രവർത്തനത്തിന്റെ വിജയമാണ്, അംഗീകാരമാണ്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരങ്ങൾ. പക്ഷെ അതോടൊപ്പം വോട്ട് ചെയ്ത ഭൂരിപക്ഷം വരുന്ന ജനങ്ങള് അവർ നൽകിയിരിക്കുന്ന സന്ദേശം കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നു. അവിടെ എനിക്ക് നന്ദി പറയാനുള്ളത്, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഞാൻ പ്രത്യേകിച്ച് എല്ലായിടത്തും പറയാറുള്ളത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടൊപ്പം UDF-ന് വോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റിനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു എല്ലായിടത്തും. പത്രസമ്മേളനങ്ങളിൽ ഞാൻ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തിക്കുന്നതാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ധർമ്മടത്തെയും ഒക്കെ ഉൾപ്പെടെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇലക്ഷൻ റിസൾട്ട്. ഞങ്ങൾക്ക് ബാലികേറ മലയായിരുന്ന പല ബൂത്തുകളിലും നമുക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും വിജയം ഉണ്ടായിട്ടുണ്ട്. സീറ്റുകളും വിജയിച്ചിട്ടുണ്ട്. ഇതിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ, മറ്റു പ്രവർത്തകർ ഒക്കെ തന്നെ CPM-നെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകരുണ്ട്. അവരോട് പ്രത്യേകമായിട്ട് ആ കാര്യം ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളം കാണിച്ച് അഭിമാനപൂർവ്വം കേരളത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഏറ്റവും മഹത്തരമായ മാതൃകകൾ നൽകിയ ഇലക്ഷനാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. വാമനപുരത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ SDPI സ്ഥാനാർത്ഥിയായിട്ടാണ് ചിത്രീകരിച്ചത്. SDPI സ്ഥാനാർത്ഥി
ഇടതുപക്ഷവും ബി ജെ പിയും ഇതുപോലെ വർഗീയത ഉപയോഗിച്ചൊരു തെരഞ്ഞെടുപ്പ് വരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, വാമനപുരത്തെ ജനങ്ങൾ മതനിരപേക്ഷതയുടെ കൂടെയാണ്. ജാതിയും മതവും നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്, നന്മ നോക്കിയിട്ടാണ്, നന്മയുള്ള രാഷ്ട്രീയം നോക്കിയിട്ടാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുധീർ ഷായുടെ മിന്നുന്ന വിജയം. തവനൂരിൽ VS ജോയ്, പണ്ട് നമ്മുടെ എല്ലാം പ്രിയ നേതാവ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ തിരുരങ്ങാടി ബൈ ഇലക്ഷൻ വിജയിച്ചതാണ്. തവനൂരിൽ VS ജോയ് എല്ലാവർക്കും ആശങ്കയായിരുന്നു, ജോയ് മത്സരിച്ചാൽ അതിനെങ്ങനെയായിരിക്കും തവനൂർ സ്വീകരിക്കുക. മുഴുവൻ പ്രചരണവും അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ പ്രചരണത്തിനൊക്കെ പങ്കെടുത്തതാണ്. പക്ഷെ ഞാൻ അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അവർ കാണിച്ച മഹത്തരമായിട്ടുള്ള മതേതര മാതൃക, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് VS ജോയിയുടെ മിന്നുന്ന വിജയം എന്ന കാര്യം അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളമാണ്. ഒരു സുപ്രഭാതത്തിൽ വന്ന് വർഗീയത ഇളക്കിവിട്ട് മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളം കൈക്കലാക്കാമെന്നുള്ള BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ട ഇവിടെ ചിലവാവില്ല. അവരോട് കൂടിയാലും കോൺഗ്രസിനെയും UDFനെയും തോൽപ്പിച്ചേ മതിയാകൂ എന്നുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെയെല്ലാം പാടെ ഇല്ലാതാക്കി ഡീല് നടത്താൻ BJPയുമായി ഡീല് നടത്താൻ പോയിട്ടുള്ള CPMന്റെ അവസരവാദ വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് അവരുടെ അണികളിൽ നിന്ന് പോലും അവർക്കുണ്ടായിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് അത് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അപ്പൊ CPMന്റെയും BJPയുടെയും ഡീൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചാത്തന്നൂർ തന്നെ BJP സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്ത് ജയിച്ചു എന്നാ പറയും. എന്താണ് കാരണം? ചാത്തന്നൂർ BJP ജയിക്കേണ്ട സീറ്റാണോ? ഇത് തങ്ങളുടെ പതിവ് ആശയപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെല്ലാം മാറ്റി അഹങ്കാരവും ധിക്കാരവും മാത്രം കൈമുതലാക്കിയിട്ടുള്ള ഒരു സർക്കാർ, ഭരണം നിലനിർത്താൻ ആരുമായിട്ടും സന്ധി ചെയ്യാമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയ സർക്കാർ, ആ സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്തും അനുവർത്തിച്ചത് ആ നിലപാടായിരുന്നു എന്നുള്ള ജനവിധിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ ജനവിധി വളരെ വിനയപുരസ്സരം സ്വീകരിക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ജനവിധി ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞ് ഈ ജനവിധിയുടെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ മാത്രം ഏറ്റെടുത്ത് വരും ദിവസങ്ങളിൽ ജനങ്ങളെ വെല്ലുവിളിക്കാനല്ല, ഈ ജനവിധി വിനയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ വൻ വിജയം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടെ മുന്നോട്ട് എന്തായാലും KC വേണുഗോപാലും പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം അത് ഇടത് കോട്ടകൾ തന്നെയാണ് തകർക്കുന്നത്. ആ ആത്മവിശ്വാസം അദ്ദേഹം പറയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായി അദ്ദേഹം മലപ്പുറത്ത് ഈ VS ജോയിയുടെ ജയം എന്ന് പറയുന്നത് അത് ചെറിയ വിജയമല്ല. എന്തായാലും